ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 25ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ ഇതേപോലെ കുറേ കാര്യങ്ങൾ കണ്ടിരുന്നു നമ്മൾ. അതിനകത്ത് മെയിനായിട്ട് കണ്ട കാര്യം എന്ന് വെച്ചാൽ നവീൻ തിരിച്ചു വന്നിട്ടുണ്ട് വീട്ടിനകത്ത്. അത് വളരെ നല്ലൊരു തീരുമാനമായി നവീൻ എടുത്തത്. കാരണം നവീൻ അത്രയും നല്ലൊരു ഗെയിമറാണ്. എനിക്ക് തോന്നുന്നു ആ വീട്ടിനകത്ത് നല്ല ഗെയിമേഴ്സിൽ ഒരു 4-5 പേരുണ്ടെങ്കിൽ നല്ല ഗെയിമേഴ്സിൽ ഒരാളാണ് നവീൻ. നല്ലൊരു മൈൻഡ് ഗെയിമറാണ്, നന്നായി പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആ ഒരു ടൈമിൽ ചിലപ്പോൾ എന്തെങ്കിലും ട്രിഗർ ചെയ്തിട്ടായിരിക്കാം ആൾ പുറത്തേക്ക് പോയത്. അത് പക്ഷേ എന്തായാലും ആൾ തെറ്റിദ്ധരിച്ചിട്ട് വീട്ടിനകത്തേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായി. കാരണം നല്ലൊരു ഗെയിമറാണ് നവീൻ. അപ്പോൾ നമ്മൾ നവീൻ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് അനുമോളും എന്താ പറയുക ആതിര നൂറ അവർക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ അത്രയും നന്നായിരുന്നു നവീൻ വന്നത്. ബാക്കി എല്ലാവരും ഹൗസ് മെയ്റ്റ്സും ഭയങ്കര അത്യാവശ്യം നന്നായിട്ട് നവീൻ വന്നതിനെ കുറിച്ചിട്ട് സന്തോഷിക്കും. പക്ഷെ വന്നതിന് ശേഷം നവീൻ ഈ പറഞ്ഞ പോലെ പോയതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് അങ്ങനെ എല്ലാവരോടും കാട്ടിയിട്ടില്ല. എല്ലാവരോടും വന്നതും ഒരു ഹക്കൊക്കെ കൊടുത്ത് നവീൻ്റെ കാര്യത്തിലായിരുന്നു പോരുന്നത്. കാരണം കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാണ് കളിക്കാൻ എന്നുള്ള ഒരു ഇതിൽ. പിന്നെ നമ്മൾ വേറൊരു കാര്യം മെയിനായി കണ്ടത് ഈ അനുമോളിൻ്റെ വീണ്ടും ഒരു ഇഷ്യൂ ആണ്. അനുമോളിൻ്റെ ബ്രഷ് എന്തൊക്കെയോ സാധനങ്ങൾ കാണാനില്ല പറഞ്ഞിട്ട് ആര്യനോട് പോയി ചോദിക്കുന്നതൊക്കെയാണ്. എന്നിട്ട് ആര്യൻ്റെ ബ്രഷ് കാണാനില്ല പറഞ്ഞിട്ട് അനുമോളോട് പോയി പറയുന്നതും അങ്ങനെ ഇവർ തമ്മിലുള്ള ചില ഇഷ്യൂസാണ്. അനുമോളും വേണം വെച്ച് ആര്യൻ എന്നിട്ട് അവസാനം അനുമോളുടെ ഒരു ടോയ് എന്തോ എടുത്തിട്ട് അതിനെ അടിച്ചു പറഞ്ഞിട്ട് അങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ഇഷ്യൂസൊക്കെയാണ്. ആര്യൻ ഇത് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ജിസയിൽ എന്തോ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് കൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്ന പോലെ എന്തോ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ജിസേലിൻ്റെ പിന്നാലെ ആര്യൻ്റെ പിന്നാലെയായിരുന്നു അനുമോൾ ഇന്നലെ മൊത്തം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ അത്ര വലിയ ഫൈറ്റും കാര്യങ്ങളൊന്നും ഇന്നലത്തെ എപ്പിസോഡിലുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്പൈക്കൂട്ടിനകത്ത് കയറിയിരുന്നു. എന്നിട്ട് വീട്ടിനകത്ത് നല്ല വൃത്തിയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്പൈക്കൂട്ടൻ എല്ലാവിടെയും മൊത്തത്തിൽ നോക്കുന്നത് പോലെ നമ്മൾ കണ്ടു. അതിൻ്റെ അവസാനമാണ് കൺഫെക്ഷൻ റൂമിൽ പോയിട്ട് നവീനെ കൊണ്ടുവരുന്നത്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നോമിനേറ്റ് ചെയ്തു 2-3 പേരെ. പിന്നെ അതിനകത്ത് റന ഫാത്തിമയുണ്ട്, ബിന്നിയുണ്ട്. എനിക്ക് തോന്നുന്നു ബിന്നി ആണെങ്കിലും റന ഫാത്തിമയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇൻ കേസ് ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യും എന്ന് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്ക് ആര്യൻ്റെ ക്യാപ്റ്റൻസിനെക്കാട്ടിലും ഈ വീക്കിൽ അപ്പാനിശ്വരത്തിൻ്റെ ക്യാപ്റ്റൻസി കുറച്ചും കൂടെ ബെറ്ററായി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം അത്ര വലിയ ഫൈറ്റുകൾ ഉണ്ടെങ്കിലും അപ്പാനിശ്വരത്തായിട്ട് വരുന്ന ഫൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. മറ്റുള്ള ആൾക്കാരുടെ ഫൈറ്റ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതാണ് നമ്മളധികം കണ്ടത്. പിന്നെ ജയിൽ നോമിനേഷൻ ടാസ്കിൻ്റെ കണ്ടു. അതും ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വോട്ട് അനീഷിനും പിന്നെ അനുമോൾക്കായിരുന്നു. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ്. കാരണം അനീഷ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. അനുമോളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾക്ക് ഇഷ്യൂസും അങ്ങനെ അനുമോൾ കിച്ചൺ ടീമിലാണെങ്കിലും അതിൻ്റെ വർക്ക് നന്നായി ചെയ്തില്ല. അങ്ങനെ പല പല റീസൺസിലാണ് രണ്ടുപേരെയും ചെയ്തത്. എന്താണെങ്കിലും അവരുടെ ജയിൽ ടാസ്ക് അവർ അത്യാവശ്യം ചെയ്തു. നല്ലൊരു പണിയും ബിഗ് ബോസ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ മെയിൻ റിവ്യൂ. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.